Hello dear code learners, welcome to my YouTube channel Code Learner. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കൺസ്ട്രക്ടറിൻ്റെ കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്തത്. ഒരു കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ മെത്തേഡ് ഓവർലോഡിങ് എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദീസ് കീവേഡിൻ്റെ കൺസെപ്റ്റും ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ടോപ്പിക്ക് ഫൈനൽ വേരിയബിൾസ്, അതായത് ഫൈനൽ എന്നുള്ളൊരു കീവേഡാണ്. ആ കീവേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇന്നർ ക്ലാസിൻ്റെ കൺസെപ്റ്റ്, അതായത് ഒരു ക്ലാസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ കൺസെപ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ്, ഓൾറെഡി സി പ്രോഗ്രാമിനകത്ത് നിങ്ങൾ പഠിച്ചതായിരിക്കും കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് എന്താണെന്നുള്ളത്. അതും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ഫംഗ്ഷനുള്ളിലോട്ട് വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾക്ക് സെയിം ഫംഗ്ഷനുള്ളിലോട്ട് പാസ് ചെയ്യുന്ന മെത്തേഡാണ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് ടോപ്പിക്ക് ഫൈനൽ വേരിയബിൾസ്. എ വേരിയബിൾ ക്യാൻ ബി ഡിക്ലെയർഡ് ആസ് ഫൈനൽ ബൈ പ്രിഫിക്സിങ് ദി കീവേഡ് ഫൈനൽ. അതായത് ആക്ച്വലി ജാവയിൽ ഫൈനൽ എന്നുള്ളൊരു കീവേഡ് ഉണ്ട്. നിങ്ങൾക്കൊരു വേരിയബിൾ ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ വേരിയബിളിനകത്ത് നിങ്ങൾക്ക് വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വേരിയബിൾ നിങ്ങൾക്ക് ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫൈനൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ വൺസ് ഒരു വാല്യൂ നിങ്ങൾ ആ ഒരു ഫൈനൽ വേരിയബിളിനകത്തോട്ട് ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ഫൈനലാണ്. അതുകൊണ്ടാണ് ഫൈനൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പൈൻ്റെ വാല്യൂവിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു. അതായത് മാത്ത് ഡോട്ട് പൈ, മാത്ത് എന്നുള്ള ക്ലാസ്സിൽ നിന്ന് പൈ എന്നുള്ളൊരു വേരിയബിൾ, അവിടെ പൈൻ്റെ വാല്യൂ 3.14 എന്നുള്ളത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ പൈ എന്നുള്ളത് ഒരു ഫൈനൽ വേരിയബിളാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പ്രോഗ്രാമിനകത്ത് ഒരു ഫിക്സ്ഡ് വാല്യൂ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫൈനൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ബൈ കൺവെൻഷൻ നിങ്ങൾ ഫൈനൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് എല്ലാം ക്യാപിറ്റലിൽ, അതിനകത്ത് വരുന്ന എല്ലാ ലെറ്റേഴ്സും ക്യാപിറ്റൽ യൂസ് ചെയ്യാം. അത് ബൈ കൺവെൻഷൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ file_new എന്നുള്ളത് ഒരു ഫൈനൽ വേരിയബിളാണ്, ഒരു ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള വേരിയബിളാണ്. അപ്പോൾ നമ്മളിവിടെ ഫൈനൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ 1 ആണ് ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫയൽ ഓപ്പൺ എന്നുള്ളൊരു വേരിയബിൾ, അപ്പോൾ ഇവിടെ ഇതെല്ലാം ക്യാപിറ്റലാണ് കൊടുത്തുള്ളത്. file_open വാല്യൂ ഈക്വൽ ടു 2. അപ്പോൾ അവിടെ ഫൈനൽ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫൈനൽ കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തോടെ എന്തെങ്കിലും വാല്യൂ ഫസ്റ്റ് ടൈം ഇനീഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അടുത്ത ടോപ്പിക്ക് നെസ്റ്റഡ് ക്ലാസ്സസ്. അത് ആ വേർഡ് പോലെ തന്നെ നെസ്റ്റഡ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ വേറൊരു സബ് ക്ലാസ് എന്നല്ല വേറൊരു ക്ലാസ് ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഔട്ടർ ക്ലാസ് ഉണ്ടായിരിക്കും, ഇന്നർ ക്ലാസ് ഉണ്ടായിരിക്കും. അതായത് ഇന്നർ ക്ലാസ് വേറൊരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ എൻക്ലോസ് ചെയ്യാണ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിഫൈൻ എ ക്ലാസ് വിത്തിൻ അനദർ ക്ലാസ്. സച്ച് ക്ലാസ്സസ് ആർ നോൺ ആസ് നെസ്റ്റഡ് ക്ലാസ്സസ്. അതായത് ഒരു ക്ലാസ്സിനുള്ളിൽ നിങ്ങൾക്ക് അങ്ങനെ നെസ്റ്റ് ചെയ്ത് എത്ര ക്ലാസ് വേണമെങ്കിലും ഫോം ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ സ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ദ സ്കോപ്പ് ഓഫ് എ നെസ്റ്റഡ് ക്ലാസ് ഈസ് ബൗണ്ടഡ് ബൈ ദി സ്കോപ്പ് ഓഫ് ഇറ്റ്സ് എൻക്ലോസിംഗ് ക്ലാസ്. അതായത് ഔട്ടർ ക്ലാസ്, അതായത് നെസ്റ്റഡ് ക്ലാസിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേരിയബിൾ, അതിനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ എവിടെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് വിത്തിൻ ദി ഔട്ടർ ക്ലാസ്. ഔട്ടർ ക്ലാസ്സിനുള്ളിലാണ് നിങ്ങൾ ഇന്നർ ക്ലാസ് എഴുതുക. ദസ് ഇഫ് ക്ലാസ് ബി ഈസ് ഡിഫൈൻഡ് വിത്തിൻ ക്ലാസ് എ ദെൻ ബി ഡസ് നോട്ട് എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് എ. ഇപ്പോൾ നിങ്ങളൊരു ഔട്ടർ ക്ലാസ്, ഫോർ എക്സാമ്പിൾ എ എന്നുള്ളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ക്ലാസ് എ, ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യും. അതിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്യാം. ദെൻ അതിൻ്റെ ഉള്ളിൽ, അതായത് ക്ലാസ് എ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ക്ലാസ് ഓപ്പൺ ചെയ്യാം. ക്ലാസ് ബി എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്ലാസ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്താണ് ഇവിടെ നെസ്റ്റഡ് ക്ലാസ് ഫോം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഇന്നർ ക്ലാസ് ആയിട്ടുള്ള ബി ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് വിത്തിൻ ദി ക്ലാസ് എ. ഓക്കെ, so a nested class has access to the members including private members of the enclosing outer class. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നെസ്റ്റഡ് ക്ലാസ്സിന് ഔട്ടർ ക്ലാസ്സിനകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള എല്ലാ വേരിയബിൾസും ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് പ്രൈവറ്റ് വേരിയബിൾസ്. അതായത് പ്രൈവറ്റ് ആയിട്ടൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് ഇൻറ്റ് എക്സ് ഈക്വൽ ടു 10. അപ്പോൾ അങ്ങനെ ഒരു വേരിയബിൾ നിങ്ങൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ് ഈക്വൽ ടു 10 എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് ഇന്നർ ക്ലാസ്സിനകത്തും ആക്സസ് ചെയ്യാൻ പറ്റും. ബട്ട് the enclosing class does not have access to the members of the nested class. അതായത് നിങ്ങൾ ക്ലാസ് ബി, അതായത് ക്ലാസ് ബി എന്നുള്ളത് ക്ലാസ് എൻ്റെ ഉള്ളിലുള്ളൊരു ക്ലാസ് ആണെന്ന് കരുതുക. ദെൻ ക്ലാസ് ബിക്കകത്ത് നിങ്ങളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വേരിയബിൾ കനോട്ട് ബി ആക്സസ്ഡ് ഔട്ട്സൈഡ് ഓഫ് ദാറ്റ് ക്ലാസ്. അതായത് ഔട്ടർ ക്ലാസ്സിന് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അത് ആ ക്ലാസ് ബിയുടെ ഉള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ക്ലാസ് ബിൻ്റെ ഉള്ളിലത്തെ വേരിയബിളിന്, അതായത് ആ ക്ലാസ് ബിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് എൻ്റെ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ പറ്റും.
A nested class that is declared directly within its enclosing class scope is a member of its enclosing class. നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഒരു ക്ലാസ്സിനുള്ളിൽ നിങ്ങൾ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ വേരിയബിൾ മെമ്പർ ഓഫ് ദാറ്റ് ക്ലാസ് ആണ്. അതേപോലെ ഒരു മെത്തേഡ് നിങ്ങൾ ആ ക്ലാസ്സിനുള്ളിൽ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ എ മെമ്പർ ഓഫ് ദാറ്റ് ക്ലാസ്. അതേപോലെ തന്നെ ഒരു ക്ലാസ്സിനുള്ളിൽ നിങ്ങൾ വേറൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിലും ആ ക്ലാസ് എൻക്ലോസിംഗ് ക്ലാസിൻ്റെ അല്ലെങ്കിൽ ഔട്ടർ ക്ലാസിൻ്റെ ഒരു മെമ്പറായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു സാമ്പിൾ കോഡ് സ്നിപ്പറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്ലാസ് ഔട്ടർ, സോ ദിസ് ഈസ് ദി ഔട്ടർ ക്ലാസ്. അപ്പോൾ ഇവിടെ ക്ലാസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് ക്ലോസ് ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇന്നർ ക്ലാസ്സിനെ ഫോം ചെയ്യാൻ പറ്റും. സോ ക്ലാസ് ഇന്നർ. അപ്പോൾ ഇവിടെ ഔട്ടറും ഇന്നറൊക്കെ യൂസർ ഡിഫൈൻഡ് നെയിമാണ്, യൂസറിന് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. അപ്പോൾ ഇവിടെ ക്ലാസ് ഔട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള വേരിയബിൾസും മെത്തേഡ്സും എല്ലാം ക്രിയേറ്റ് ചെയ്യാം. ദെൻ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇന്നർ ക്ലാസ് ഫോം ചെയ്യാൻ പറ്റും. ഇതിനുള്ളിൽ നിങ്ങൾക്ക് വീണ്ടും ക്ലാസ്സസ് ഫോം ചെയ്യാം, ഇന്നർ ക്ലാസ് ഫോം ചെയ്യാം. Mainly there are two types of inner classes, static and non-static inner classes. So static inner class or static nested class. A static nested class is one that has this static modifier applied. അപ്പോൾ നിങ്ങൾ ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലാസ് ബി അത് സ്റ്റാറ്റിക് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റിക് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് സ്റ്റാറ്റിക് ക്ലാസ് ബി. അപ്പോൾ സ്റ്റാറ്റിക് കീവേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ സ്റ്റാറ്റിക് നെസ്റ്റഡ് ക്ലാസ്. It must access the members of its enclosing class through an object. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങളൊരു ഇന്നർ ക്ലാസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്നർ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ഔട്ടർ ക്ലാസ്സിനകത്തുള്ള വേരിയബിൾ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ സ്റ്റാറ്റിക് ആയിട്ട് നിങ്ങളൊരു ഇന്നർ ക്ലാസ് ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഔട്ടർ ക്ലാസ്സിനകത്തുള്ള വേരിയബിൾസിന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പകരം അവിടെ ഔട്ടർ ക്ലാസ്സിനകത്തുള്ള ഒരു വേരിയബിൾ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഔട്ടർ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് വേണം ആ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ. സോ ഇറ്റ് കനോട്ട് റെഫർ ടു ദി മെമ്പേഴ്സ് ഓഫ് ഇറ്റ്സ് എൻക്ലോസിംഗ് ക്ലാസ് ഡയറക്ട്ലി എക്സെപ്റ്റ് സ്റ്റാറ്റിക് മെമ്പേഴ്സ്. ഇനി ഔട്ടർ ക്ലാസ്സിനകത്തുള്ള ആ വേരിയബിൾ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വേരിയബിളിനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് വേണം അത് ആക്സസ് ചെയ്യാൻ. ഒരു എക്സാമ്പിൾ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഔട്ടർ എന്നുള്ളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഔട്ടർ ക്ലാസ് ഇവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിനുള്ളിൽ നമുക്ക് ഔട്ടർ അണ്ടർസ്കോർ എക്സ് ഈക്വൽ ടു 100 എന്നുള്ള ഒരു നോർമൽ ഇൻറ്റിജർ വേരിയബിൾ ഉണ്ട്. ഔട്ടർ അണ്ടർസ്കോർ എക്സ് ഈക്വൽ ടു 100. ദെൻ വി ഹാവ് എ മെത്തേഡ് ടെസ്റ്റ് ഓഫ്. സാധാരണ നിങ്ങൾ ക്ലാസ്സിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു മെത്തേഡും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇതിനുള്ളിൽ നിങ്ങൾ ഇന്നർ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇന്നർ ക്ലാസ്സിൻ്റെ ആ ഒരു മെത്തേഡിനെ കോൾ ചെയ്യുന്നുണ്ട്. തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ദെൻ നമ്മളൊരു നെസ്റ്റഡ് ക്ലാസ്, അതായത് സ്റ്റാറ്റിക് നെസ്റ്റഡ് ക്ലാസ് ആണ് ഇനി ഫോം ചെയ്യുന്നത്. സോ സ്റ്റാറ്റിക് ക്ലാസ് നെസ്റ്റഡ്, അതിനുള്ളിൽ നമ്മൾ ഡിസ്പ്ലേ എന്നുള്ള ഒരു മെത്തേഡാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റാറ്റിക് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ, സ്റ്റാറ്റിക് നെസ്റ്റഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഔട്ടർ വേരിയബിൾ, അതായത് ഔട്ടർ ക്ലാസ്സിൻ്റെ ഈ ഒരു വേരിയബിൾ, ഇതാണ് ഔട്ടർ ക്ലാസ്സിൻ്റെ വേരിയബിൾ. ഈ വേരിയബിൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് സ്റ്റാറ്റിക് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഡിസ്പ്ലേ ഔട്ടർ അണ്ടർസ്കോർ എക്സ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡോട്ട് ഔട്ടർ അണ്ടർസ്കോർ എക്സ്. അതായത് ഈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് വേണം ഔട്ടർ ക്ലാസ്സിൻ്റെ ഈ വേരിയബിൾ ആക്സസ് ചെയ്യാൻ. അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി സപ്പോസ് ഇത് സ്റ്റാറ്റിക് അല്ലെങ്കിൽ, അതായത് വെറുതെ ക്ലാസ് നെസ്റ്റഡ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഔട്ടർ അണ്ടർസ്കോർ എക്സ് എന്ന് യൂസ് ചെയ്യാം. ഒബ്ജക്റ്റ് ഇല്ലാണ്ട് ഔട്ടർ അണ്ടർസ്കോർ എക്സ് എന്ന് യൂസ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ വേറൊരു മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ ഔട്ടർ അണ്ടർസ്കോർ എക്സ് എന്നുള്ളത് സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. സ്റ്റാറ്റിക് ഇൻറ്റ് ഔട്ടർ അണ്ടർസ്കോർ എക്സ് ഈക്വൽ ടു 100 എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒബ്ജക്റ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ക്ലാസ് സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ, ഇന്നർ ക്ലാസ് സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഔട്ടർ ക്ലാസ്സിനകത്തുള്ള ഒരു വേരിയബിളിനെ ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പകരം ഔട്ടർ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് വേണം ആക്സസ് ചെയ്യാൻ. പിന്നെ നമ്മളിവിടെ ചെയ്തിട്ടുള്ളത് ഒരു മെയിൻ ക്ലാസ് ഫോം ചെയ്യുന്നുണ്ട്. അതിൽ ഔട്ടർ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഔട്ടർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ഓഫ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുക ചെയ്യുന്നത്. സോ കൺട്രോൾ ഇങ്ങോട്ട് വരും. ദെൻ ഇതിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നെസ്റ്റഡ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ നെസ്റ്റഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഡിസ്പ്ലേ എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യുന്നുണ്ട്. ആ ഡിസ്പ്ലേ മെത്തേഡിനകത്ത് എന്താണ്, ഔട്ടർ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ടർ ക്ലാസ്സിൻ്റെ ഈ ഒരു വേരിയബിളിനെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ ഔട്ട്പുട്ട് വിൽ ബി ഔട്ടർ അണ്ടർസ്കോർ എക്സ് ഈക്വൽ ടു 100. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ക്ലാസ് നെസ്റ്റഡ് ക്ലാസ് സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഔട്ടർ ക്ലാസ്സിനകത്തുള്ള ഈ വേരിയബിൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. പകരം ഔട്ടർ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് വേണം ഈ വേരിയബിളിനെ ആക്സസ് ചെയ്യാൻ.
ഇനി സ്റ്റാറ്റിക് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഔട്ടർ അണ്ടർസ്കോർ എക്സ് എന്ന് എഴുതാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേരിയബിൾ സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ല. അടുത്തത് നോൺ സ്റ്റാറ്റിക് ക്ലാസ്. സാധാരണ നമ്മൾ ഇന്നർ ക്ലാസ് ഡിഫൈൻ ചെയ്യണ പോലെ തന്നെ ആൻഡ് ഇന്നർ ക്ലാസ് ഹാസ് ആക്സസ് ടു ഓൾ ഓഫ് ദി വേരിയബിൾ ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇറ്റ്സ് ഔട്ടർ ക്ലാസ്. ഇറ്റ് മേ റെഫർ ടു മെമ്പേഴ്സ് ഓഫ് ഇറ്റ്സ് എൻക്ലോസിംഗ് ക്ലാസ് ഡയറക്ട്ലി ഇൻ ദ സെയിം വേ ദാറ്റ് നോൺ സ്റ്റാറ്റിക് മെമ്പേഴ്സ് ഓഫ് ദി ഔട്ടർ ക്ലാസ് ഡു. അതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഔട്ടർ ക്ലാസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള എല്ലാ വേരിയബിൾസും മെത്തേഡ്സും ഇന്നർ ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഔട്ടർ അണ്ടർസ്കോർ എക്സ് ഈക്വൽ ടു 100 എന്നുള്ളത് ഒരു ഔട്ടർ ക്ലാസ്സിനകത്ത് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് ആ വേരിയബിളിനെ ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റും. സോ ദ ഔട്ട്പുട്ട് വിൽ ബി 100. An instance of inner class can be created only within the scope of the class outer. അതായത് നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ്, അതായത് ഇന്നർ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ഓൺലി വിത്തിൻ ദി സ്കോപ്പ് ഓഫ് ദി ഔട്ടർ ക്ലാസ്. ഔട്ടർ ക്ലാസ്സിൻ്റെ ഉള്ളിൽ വേണം അത് ക്രിയേറ്റ് ചെയ്യാൻ. ഇന്നർ ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഔട്ടർ ക്ലാസ്സിനുള്ളിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, പുറത്ത് പോയിട്ട് ക്ലാസ്സിന് പുറത്ത് പോയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്പെസിഫൈ ദ ക്ലാസ് നെയിം. അതായത് ഔട്ടർ ക്ലാസ്സിൻ്റെ പേര് ആദ്യം പറയണം. ഡോട്ട് ഇന്നർ, അതായത് ഔട്ടർ ക്ലാസ്സിൻ്റെ ഉള്ളിലെ ഇന്നർ ക്ലാസ് എന്നുള്ള ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ഔട്ടർ ഡോട്ട് ഇന്നർ ഈക്വൽ ടു ഔട്ടർ ഡോട്ട് ഇന്നർ ഒബ്ജക്റ്റ് ഈക്വൽ ടു ന്യൂ ഔട്ടർ ഡോട്ട് ഇന്നർ. അതായത് ഔട്ടർ ക്ലാസ്സിനുള്ളിലെ ഇന്നർ എന്നുള്ള ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഫുള്ളി ക്വാണ്ടിഫയർ നെയിം പറഞ്ഞു കൊടുക്കേണ്ടി വരും. ദെൻ ആ മെത്തേഡ് കോൾ ചെയ്യണമെങ്കിൽ OP ഡോട്ട് ഡിസ്പ്ലേ എന്നുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൾ ചെയ്യാൻ പറ്റും. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്. കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് അത് ആ വേർഡിനകത്ത് തന്നെ ഉണ്ട് അതിൻ്റെ ഡെഫിനിഷന്. അതായത് നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ, സാധാരണ നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റ് പറഞ്ഞാൽ ടെർമിനൽ ആണെന്നുണ്ടെങ്കിൽ, ലിനക്സ് ആണെങ്കിൽ നിങ്ങൾ ടെർമിനൽ യൂസ് ചെയ്യും, വിൻഡോസ് ആണെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് യൂസ് ചെയ്യും, CMD ആപ്ലിക്കേഷൻ യൂസ് ചെയ്യും. അപ്പോൾ അവിടെ കമാൻഡ് പ്രോംപ്റ്റിൽ നിങ്ങൾക്ക് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വാല്യൂസ് പാസ് ചെയ്യാൻ പറ്റും, പ്രോഗ്രാമിനകത്തോട്ട് വാല്യൂസ് പാസ് ചെയ്യാൻ പറ്റും. അതാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജാവ C കമാൻഡ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം കമ്പയർ ചെയ്യും, അതിനുശേഷം ജാവ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ജാവ, ദെൻ ക്ലാസ് നെയിം പറഞ്ഞു കൊടുക്കും അല്ലേ. ദെൻ ആ ക്ലാസ് നെയിമിന് ശേഷം സ്പേസ് ഇട്ടിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വാല്യൂസ് പാസ് ചെയ്യാൻ പറ്റും, പ്രോഗ്രാമിനകത്തോട്ട് വാല്യൂസ് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വാല്യൂസ് പാസ് ചെയ്യുമ്പോൾ ആ വാല്യൂസ് റിസീവ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രോഗ്രാമിനകത്തൊരു വേരിയബിൾ വേണം. അതാണ് നിങ്ങൾ മെയിൻ എന്നുള്ള ഫംഗ്ഷനുള്ളിൽ സ്ട്രിങ് ആർഗ്സ് എന്നുള്ളൊരു വേരിയബിൾ യൂസ് ചെയ്യാറുണ്ട്, ഒരു അറേ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആക്ച്വലി അതിൻ്റെ യൂസേജ് ഇവിടെയാണ് വരുന്നത്. അതായത് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിൽ പ്രോഗ്രാമിനകത്തോട്ട് എന്തെങ്കിലും വാല്യൂസ് നിങ്ങൾക്ക് കമാൻഡ് ലൈനിലൂടെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു അറേ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വാല്യൂസ് ആക്സസ് ചെയ്യാൻ പറ്റും. അത് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഒരു സ്ട്രിങ് ആർഗ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഇടാറ്, ഇതുപോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ആണ് ഇടാറ്. ആ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു അറേ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂസ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക. ഹിയർ വി ഹാവ് എ ക്ലാസ് കമാൻഡ് ലൈൻ. ഇതൊരു ക്ലാസ് നെയിമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ദെൻ മെയിൻ ഫംഗ്ഷന്. അപ്പോൾ ഇവിടെ ആർഗ്സ് എന്നുള്ള ഒരു അറേയാണ്, ഇതും യൂസർ ഡിഫൈൻഡ് വേരിയബിൾ ആണ്, യൂസറിന് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. ഒരു അറേയാണത്, സ്ക്വയർ ബ്രാക്കറ്റ് എംറ്റി സ്ക്വയർ ബ്രാക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്, ഒരു സ്ട്രിങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു അറേ. ഇത് നിങ്ങൾക്ക് യൂസറിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ ഇവിടെ ഉള്ള അറേയുടെ ലെങ്ത്ത് i++, ഈ അറേയിലുള്ള എല്ലാ വാല്യൂസും പ്രിൻറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. സോ ആർഗ്സ് ഓഫ്, ആദ്യം ഐൻ്റെ വാല്യൂ 0 ആകും. സോ ആർഗ്സ് ഓഫ് 0 എന്താണെന്നുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ദെൻ ആർഗ്സ് ഓഫ് 1 പ്രിൻറ്റ് ചെയ്യും, 2 പ്രിൻറ്റ് ചെയ്യും, എത്രയാണോ അതിൻ്റെ ലെങ്ത്ത് അത്രയും വരെ പോകും. അപ്പോൾ ഈ ആർഗ്സ് എന്നുള്ള അറേക്കകത്തോട്ട് വാല്യൂസ് വരുന്നത് എവിടെ നിന്നാണ്, നിങ്ങൾ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, കമാൻഡ് പ്രോംപ്റ്റിൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആണ് വാല്യൂസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജാവ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യും. ദെൻ നിങ്ങളെ ക്ലാസ് നെയിം, പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുക അങ്ങനെയാണല്ലേ, അതായത് ജാവ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യും, ദെൻ ക്ലാസ് നെയിം കൊടുക്കും. അതിനുശേഷം നിങ്ങൾ സ്പേസ് ഇട്ട് കൊടുക്കുന്ന ഓരോ വാല്യൂസും ഈ ഒരു അറേയിലോട്ടാണ് പോവുക. സോ ആർഗ്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ദീസ് ആയിരിക്കും, ആർഗ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഈസ് ആയിരിക്കും, ആർഗ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എ ആയിരിക്കും, ആർഗ്സ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ടെസ്റ്റ്, ആർഗ്സ് ഓഫ് 4 100, ആർഗ്സ് ഓഫ് 5 -1. അപ്പോൾ ഈ അറേയിലോട്ട് എത്ര വാല്യൂസ് വേണമെങ്കിലും ഇവിടെ സ്പേസ് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ സ്പേസും ഓരോ വാല്യൂ ആയിട്ട് ഇവിടെ ട്രീറ്റ് ചെയ്യും, ഓരോ സ്പേസിന് ശേഷമുള്ളത് ഓരോ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരിക. വളരെ സിമ്പിളാണ്. അടുത്തത് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സ്. അതായത് നിങ്ങൾ സാധാരണ മെത്തേഡിനകത്ത് ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യാറുണ്ട്. അപ്പോൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷനുള്ളിൽ തന്നെ വേരിയബിൾ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് പാസ് ചെയ്യേണ്ട കേസ് വന്നു കഴിഞ്ഞാൽ
അവിടെ പറയുന്ന പേരാണ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്സ്. സോ ഇൻ ജാവ മെത്തേഡ്സ് ക്യാൻ ടേക്ക് എ വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. അതായത് ഒരു മെത്തേഡ് തന്നെ വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് റിസീവ് ചെയ്യുക. നമ്മൾ മുമ്പ് മെത്തേഡ് ഓവർലോഡിങ് പഠിച്ചതാണ്. മെത്തേഡ് ഓവർലോഡിങ്ങിൽ എന്താണ്, ഒരേ വേരിയബിളിനെ ഒരേ ഫംഗ്ഷന്, വേരിയബിൾ അല്ല ഫംഗ്ഷൻ നെയിം, ഒരേ ഫംഗ്ഷൻ നെയിമിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെ, ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് ഒരേ പേരിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അതിന് മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറയും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണാം. So in Java, methods can take variable number of arguments. This feature is called var_args or variable length arguments. രണ്ട് രീതിയിലും ഇത് അറിയപ്പെടും. ഇനി ആ മെത്തേഡിനെ പറയുന്ന പേരാണ് വേരിയബിൾ അരിറ്റി മെത്തേഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പം യൂസർ നെയിമും പാസ്വേഡ്, അതുപോലെ ഫയൽ നെയിം, പ്രോട്ടോകോൾ, ഇതുപോലുള്ള വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്മ്യൂണിക്കേഷനിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യേണ്ട കേസ് വരും. ചില കേസിൽ പ്രോട്ടോകോൾ ചിലപ്പം അവിടെ എൻ്റർ ആയിട്ടുണ്ടാവില്ല, ചില കേസിൽ പാസ്വേഡ് എൻ്റർ ആയിട്ടുണ്ടാവില്ല, ചില കേസിൽ യൂസർ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വരാം. ഓക്കെ, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ സി പ്രോഗ്രാമിംഗ് പഠിച്ചതാണ്. സി പ്രോഗ്രാമിനകത്ത് പ്രിൻ്റ് എഫ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഈ പ്രിൻ്റ് എഫ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ് ഫംഗ്ഷനാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പ്രിൻ്റ് എഫിനുള്ളിൽ ദി സം ഓഫ് %d ആൻഡ് %d ഈസ് %d. അപ്പോൾ അവിടെ 3% d. അപ്പോൾ ആ 3% ഡിക്കും റീപ്ലേസ് ചെയ്യാനും 3 വേരിയബിൾ കോമട്ട് നിങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ അവിടെ ടോട്ടലിംഗ് പ്രിൻ്റ് എഫിന് 4 ആർഗ്യുമെൻ്റ് ആണ് വന്നത്. ഒന്ന് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട സ്ട്രിങ്, പിന്നെ ഉള്ളതെല്ലാം ഫോർമാറ്റ് സ്പെസിഫയേഴ്സ് അല്ലെങ്കിൽ വാല്യൂസ് ആണ്, വേരിയബിൾസ് ആണ്. ഓക്കെ, ഇതേപോലെ തന്നെ സെയിം പ്രിൻ്റ് എഫ് ഫംഗ്ഷൻ തന്നെ നിങ്ങൾക്ക് 2 വേരിയബിൾ യൂസ് ചെയ്തിട്ടും പ്രിൻറ്റ് ചെയ്യാം, 1 വേരിയബിൾ യൂസ് ചെയ്തിട്ടും പ്രിൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് പ്രിൻ്റ് എഫ് ഹലോ വേൾഡ്, അവിടെ ഒരൊറ്റ സിംഗിൾ ആർഗ്യുമെൻറ്റ് മാത്രമേ ഉള്ളൂ, അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അവിടെ എല്ലാം യൂസ് ചെയ്യുന്ന ഒരൊറ്റ പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതും ഒരു വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. സപ്പോസ് ഇഫ് ദ മാക്സിമം നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഈസ് സ്മോൾ ആൻഡ് നോൺ, ആൻഡ് ദെൻ വി ക്യാൻ ക്രിയേറ്റ് ഓവർലോഡഡ് വേർഷൻ ഓഫ് ദി മെത്തേഡ്. സപ്പോസ് നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് കുറവാണ്, നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് വളരെ ലെസ് ആണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണെന്നുള്ളതും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെത്തേഡ് ഓവർലോഡിങ് മെത്തേഡ് യൂസ് ചെയ്യാണ് നല്ലത്, ഓവർലോഡഡ് മെത്തേഡ് യൂസ് ചെയ്യാണ് നല്ലത്. സപ്പോസ് അത് ലാർജ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ മെത്തേഡ് നെയിമിൽ ഡിഫറെൻറ്റ് ഫംഗ്ഷൻസ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു 5-6 മെത്തേഡ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മെത്തേഡ് ഓവർലോഡിങ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി അതല്ല, ഇഷ്ടംപോലെ നമ്പേഴ്സ് ആർഗ്യുമെൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ അറേ യൂസ് ചെയ്യേണ്ടി വരും, അറേ കൺസെപ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ അതും ഒരു നല്ല മെത്തേഡല്ല. ദിസ് ഇസ് ആൻ ഓൾഡ് മെത്തേഡ് റിക്വയർസ് ദാറ്റ് these arguments be manually packaged into an array prior to calling the function test. ഫംഗ്ഷൻ എന്നുള്ളത് ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് എന്നുള്ള ഫംഗ്ഷനകത്തോട്ട് നിങ്ങൾ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് കൂടുതൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ അതും ഒരു നല്ല മെത്തേഡല്ല. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു അറേ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ ടെസ്റ്റ് എന്നുള്ള ഫംഗ്ഷനകത്തോട്ട് വാല്യൂസ് പാസ് ചെയ്യണമെന്ന് കരുതാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മാനുവലി ആ വാല്യൂസ് എല്ലാം ഒരു അറേയിലോട്ട് ആദ്യം പാക്ക് ചെയ്യേണ്ടി വരും. പാക്ക് ചെയ്തിട്ട് വേണം ആ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കേസിൽ ടെസ്റ്റ് ഓഫ് n1, അപ്പോൾ ഈ n1 എന്നുള്ള അറേയാണ് അങ്ങോട്ട് പാസ് ചെയ്യുക. ടെസ്റ്റ് ഓഫ് n2, n2ൻ്റെ കേസിൽ 1, 2, 3 എന്നുള്ള ഈ 3 വാല്യൂസാണ് അങ്ങോട്ട് പാസ് ചെയ്യുക. അതുപോലെ ടെസ്റ്റ് ഓഫ് n3, ഈ ഒരു കേസിൽ empty ആർഗ്യുമെൻ്റ് അറേയാണ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ഈ ടെസ്റ്റ് എന്നുള്ള ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്, ആ ഫംഗ്ഷനകത്ത് വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ അറേ കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്തത്. പക്ഷേ ഇതൊരു നല്ല മെത്തേഡല്ല. അപ്പോൾ ജാവ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. സോ എ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ് ഈസ് സ്പെസിഫൈഡ് ബൈ 3 dots. ഫോർ എക്സാമ്പിൾ, ഇവിടെ void ടെസ്റ്റ്, ഇതാണ് ഫംഗ്ഷൻ നെയിം. ആർഗ്യുമെൻ്റ് ആയിട്ട് ഇൻറ്റ് നിങ്ങൾ വേരിയബിൾ നെയിം പറഞ്ഞു കൊടുക്കുക. ഇത് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ നെയിം കൊടുക്കുക. തൽക്കാലം ഞാനിവിടെ v എന്ന് കൊടുത്തുന്നുള്ളൂ. ഒരു 3 ഡോട്ട് യൂസ് ചെയ്യാം, 3 ഡോട്ട് പ്രിഫിക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആണ് ഈ ഒരു ഫംഗ്ഷന് അക്സെപ്റ്റ് ചെയ്യുക. സോ ദ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ക്യാൻ ബി ഐദർ 0 ഓർ മോർ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിനകത്ത് നമ്മൾ ക്ലാസ് നെയിം പാസ് അറിയുന്നതാണ്. ദെൻ വി ഹാവ് എ ടെസ്റ്റ് ഫംഗ്ഷൻ ടെസ്റ്റ്. ദെൻ ഇതാണ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ് ഡിക്ലെയർ ചെയ്യാനുള്ള മെത്തേഡ് ഇൻറ്റ്. ഇത് ടൈപ്പ് എന്താണെന്നുള്ളത് യൂസർ സ്പെസിഫൈ ചെയ്യുക. ദെൻ ഡോട്ട് 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 വി. അപ്പോൾ 3 ഡോട്ട് യൂസ് ചെയ്തിട്ടാണ് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ലെങ്ത്ത് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സ് ഇൻ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്നുള്ള വേരിയബിളിനകത്തോട്ട് ഈ വേരിയബിളിനകത്തുള്ള ഓരോ വാല്യൂ എടുക്കും, അത് എക്സിനകത്തോട്ട് അസൈൻ ചെയ്യും ഓരോ ഇറ്ററേഷനിൽ. ദെൻ അത് പ്രിൻറ്റ് ചെയ്യും. നമ്മൾ മെയിൻ മെത്തേഡിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ടെസ്റ്റ് എന്നുള്ള ഫംഗ്ഷന് 3 പ്രാവശ്യമാണ് കോൾ ചെയ്യുന്നത്. ഫസ്റ്റ്
പ്രാവശ്യം കോൾ ചെയ്യുമ്പോൾ 10 എന്നുള്ള വാല്യൂ ആണ് അങ്ങോട്ട് പാസ് ചെയ്യുന്നത്. സോ വീക്കകത്ത് 10 എന്നുള്ള ഒരു സിംഗിൾ വാല്യൂ മാത്രമാണ്. സോ അതിൻ്റെ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് 1 കണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് ഈ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ആ 10 എന്നുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യും. സെക്കൻഡ് കേസിൽ ടെസ്റ്റ് ഓഫ് 1 2 3 3 ആർഗ്യുമെൻ്റ് ആണ് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത്. ഇവിടെ നോക്കി ഈ 3 പ്രാവശ്യം കോൾ ചെയ്യുന്നത് ടെസ്റ്റ് എന്നുള്ള ഫംഗ്ഷനാണ്. പക്ഷേ ഇവിടെ പാസ് ചെയ്യുന്നത് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഡിഫറൻ്റ് ആണ്. ഇവിടെ ഒരു ആർഗ്യുമെൻ്റ് ആണ്, ഇവിടെ 3 ആർഗ്യുമെൻ്റ് ആണ്, ഇവിടെ ആർഗ്യുമെൻ്റ് ഒന്നുമില്ല. അപ്പോൾ ആ കേസിൽ വർക്ക് ചെയ്യുന്നത് ഈ ഒരു സെയിം ഫംഗ്ഷൻ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എംപ്റ്റി ബ്രാക്കറ്റ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഒരു ന്യൂ ലൈനാണ് പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് പ്രിൻ്റ് എന്ന് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് ഈ മെസ്സേജ് പ്രിൻറ്റ് ചെയ്ത അതേ ലൈനിൽ തന്നെ ആ വാല്യൂസും പ്രിൻറ്റ് ചെയ്യണം. അതാണ് ഇവിടെ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് 1 കണ്ടൻസ് എന്ന് പറഞ്ഞിട്ട് സെയിം ലൈനകത്ത് തന്നെയാണ് ആ ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് വാല്യൂ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് യൂസ് ചെയ്തത്. ഞാൻ അത് കഴിഞ്ഞിട്ട് അടുത്ത ലൈനിലോട്ട് വരാനാണ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് യൂസ് ചെയ്തത്, ന്യൂ ലൈന്. A method can have normal parameters along with a variable length argument. ഇപ്പോൾ തൊട്ടുമുമ്പത്തെ എക്സാമ്പിളിനകത്ത് നമ്മൾ വേരിയബിൾ ലെങ്ത് ആ ഒരു വേരിയബിൾ ഒരു സിംഗിൾ വേരിയബിൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ആ വേരിയബിൾ ലെങ്ത് വാല്യൂവിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആർഗ്യുമെൻറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് വേറെ വേരിയബിൾസും യൂസ് ചെയ്യാം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ആർഗ്യുമെൻറ്റ് ആ ഫംഗ്ഷനകത്തുള്ള ലാസ്റ്റ് ആർഗ്യുമെൻ്റ് ആയിരിക്കണം ആ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിനകത്ത് ഇൻറ്റ് ടെസ്റ്റ് ഓഫ് ഇൻറ്റ് എ ഡബിൾ ബി ദെൻ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഇത് ലാസ്റ്റ് കൊടുക്കാൻ പാടുള്ളൂ, മിഡിലിൽ കൊടുക്കാൻ പാടില്ല. ഈ ഒരു കേസിലൂടെ മിഡിലാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും ഒരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എറർ കാണിക്കും. ഇനി അടുത്തത് ഓവർലോഡിങ് വേറാർക്സ് മെത്തേഡ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, അതായത് മെത്തേഡ് ഓവർലോഡിങ് പോലെ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെൻറ്റിൻ്റെ കേസിലും ആ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ടെസ്റ്റ് ഓഫ് 1 2 3 ടെസ്റ്റ് ഓഫ് 1 2 3 പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഒരു ഫംഗ്ഷനാണ് എക്സിക്യൂട്ട് ആവുക. 3 ആർഗ്യുമെൻ്റ് ഉണ്ട്, അത് ഈ ഒരു വി എന്നുള്ള വേരിയബിളിനകത്തോട്ട് അക്സെപ്റ്റ് ചെയ്തോളും. സോ ദിസ് ഫംഗ്ഷൻ വിൽ ബി എക്സിക്യൂട്ടഡ്. സെക്കൻഡ് കേസിൽ എന്താണ്, സെയിം ഫംഗ്ഷൻ നെയിം തന്നെയാണ്. ഇതാണ് മെത്തേഡ് ഓവർലോഡിങ്. അതായത് ഇതേ പേരിൽ തന്നെ വേറൊരു ഫംഗ്ഷന് സെയിം ക്ലാസ്സിനുള്ളിൽ വരികയാണെങ്കിൽ അതിന് മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ടെസ്റ്റ് ഓഫ് ട്രൂ ഫാൾസ്, അതായത് ബൂളിയൻ വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. സോ നോർമലി ബൂളിയൻ ആർഗ്യുമെൻറ്റ് ഏത് ഫംഗ്ഷനാണോ വരുന്നത് അല്ലെങ്കിൽ ഏത് മെത്തേഡിനാണോ വരുന്നത് ആ മെത്തേഡ് എക്സിക്യൂട്ട് ആവും. സോ ദിസ് ഈസ് എ വാലിഡ് പ്രോഗ്രാം. ഇനി സെക്കൻഡ് കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംബിഗ്വിറ്റി ക്രിയേറ്റ് ചെയ്യും, കമ്പൈലറിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇങ്ങനത്തെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് ഓഫ് 1 2 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും അല്ലേ. ടെസ്റ്റ് ഓഫ് 1 2 3 എന്നാൽ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും, കാരണം അതെല്ലാം ഇൻറ്റിജർ വാല്യൂസ് ആണ് വരുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എഗെയിൻ ടെസ്റ്റ് ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷേ ബൂളിയൻ വാല്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവും. പക്ഷേ സെക്കൻഡ് കേസിൽ ഇവിടെ എംപ്റ്റി ആർഗ്യുമെൻ്റ് ആണ്, ഇത് ഇൻറ്റിജർ ആണോ ബൂളിയൻ വാല്യൂ ആണോ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂ ആണോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മുടെ കയ്യിൽ ആകെ ഈ 2 മെത്തേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കേസിൽ കമ്പൈലറിന് കൺഫ്യൂഷൻ വരും. സോ അത് എറർ കാണിക്കും. ഇതേപോലെ തന്നെ വേറൊരു സിറ്റുവേഷനാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും കമ്പൈലർ എറർ കാണിക്കും. ഫോർ എക്സാമ്പിൾ ടെസ്റ്റ് ഓഫ് ഇൻറ്റ് വി ടെസ്റ്റ് ഓഫ് ഇൻറ്റ് എൻ ഇൻറ്റ് വി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ഓഫ് 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതും എക്സിക്യൂട്ട് ചെയ്യാം ഇതും എക്സിക്യൂട്ട് ചെയ്യാം. ഒരു കൺഫ്യൂഷൻ വരും കമ്പൈലറിന്. സോ ദാറ്റ് ഈസ് ആംബിഗ്വിറ്റി, ദാറ്റ് വിൽ ക്രിയേറ്റ് ആൻ ആംബിഗ്വിറ്റി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടി ക്ലാസ്സിൻ്റെ ഒരു അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.